وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളുമെല്ലാം പാലിച്ച് ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൻ്റെ 5-ാമത്തെ നോമ്പിൻ്റെ അവസാന സമയത്താണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് എടുക്കുന്ന ഓരോ നോമ്പുകളും ആ റമദാനിൻ്റെ പകലുകളിലും രാത്രികളിലുമായി നമ്മൾ നിർവഹിക്കുന്ന നമ്മുടെ ഓരോ ചെറുതും വലുതുമായ പുണ്യകർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒരു നന്മയായി സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാൻ നമുക്കറിയാം, ആ പദത്തിൻ്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് എന്നാണ്. കരിച്ചു കളയേണ്ടത് പാപങ്ങളെയാണ്, തെറ്റുകളെയാണ്. റമദാനിൽ എന്തുകൊണ്ടാണ് നോമ്പ് നിർബന്ധമായത്? ആർക്കെങ്കിലും അറിയോ? ഈ റമദാനിൽ അള്ളാഹ് എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കിയത്? എന്താ കാരണം? ഷവ്വാലിലാക്കി കൂടായിരുന്നോ? ദുൽഹിജ്ജയിലാക്കി കൂടായിരുന്നോ? എന്താണെന്നറിയാവോ? ഖുർആൻ ഇറങ്ങിയ മാസം. അപ്പോൾ ഖുർആൻ ഇറങ്ങിയത് കൊണ്ടാണ് റമദാനിൽ നോമ്പ് നിർബന്ധമാക്കിയത്. അതാണ് അത് തമ്മിലുള്ള കണക്ഷൻ എന്ന് പറയുന്നത്. ഖുർആൻ എന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിറക്കിയ സർവമാന വേദഗ്രന്ഥങ്ങളും അല്ലാഹു അവതരിപ്പിച്ചത് ഏത് മാസത്തിലാണ്? വിശുദ്ധ റമദാനിലാണ്. അതുകൊണ്ട് ആ മാസത്തിന് അത്രയേറെ മഹത്വമുണ്ട് ഈ വേദഗ്രന്ഥങ്ങളുടെ അവതരണം കാരണമായി. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തു അൽ ബഖറയിലെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് അള്ളാഹു പറഞ്ഞത്, ലോകത്തിന് മുഴുവൻ അനുഗ്രഹം, ലോകത്തിന് മുഴുവൻ വെളിച്ചം, പ്രകാശം, കാരുണ്യം, സത്യം മനസ്സിലാക്കാനുള്ള മാർഗം, ശാരീരികവും മാനസികവുമായിട്ടുള്ള ശമനം, അങ്ങനെ എല്ലാ നിലയ്ക്കും അള്ളാഹു ഒരു മനുഷ്യന് വേണ്ടതെല്ലാം ഒരുക്കിയിട്ടാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങോട്ട് ഇറക്കിയത്. ആ സൂറത്തുൽ ബഖറയിലെ ആയത്തിനാണ് ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ലോകത്തുള്ള സർവമാന മനുഷ്യർക്കും സന്മാർഗമായി, സന്മാർഗത്തിൻ്റെ വെളിച്ചമായി, സത്യം അന്വേഷിക്കുന്നവർക്കുള്ള വെളിച്ചമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചതെന്ന്. ഇപ്പം നമ്മളൊക്കെ ഇവിടെ ഈ സദസ്സിലിരുന്ന് ഈ ഒരു സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാൻ ഇവിടുന്ന് സംസാരിക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് സംസാരിക്കാൻ പറ്റുന്നതും നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റുന്നതും എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിൽ എന്തുള്ളതുകൊണ്ടാണ്? റൂഹ് അല്ലേ? ആത്മാവ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയാൽ ബാക്കി ശരീരം, ഈ കണ്ണും മൂക്കും കാതും എല്ലാം ഇവിടെ ഉണ്ടാവും. റൂഹ് പോയോ പിന്നെ നമ്മളവിടെ കിടക്കുക. പിന്നെ നമ്മൾ സ്വയം അനങ്ങുമില്ല. ബാക്കിയുള്ളവരെടുത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യേണ്ടി വരും. അപ്പൊ ശരീരത്തിൽ റൂഹില്ലെങ്കിൽ, ആത്മാവില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. പിന്നെ നമ്മൾ വെറും ജഡാണ്, നമുക്കൊന്നും പറ്റില്ല. ഒരാള് ചൂണ്ടിയിട്ട് പറയാണ് ഇത് കടലാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കണം എന്നുണ്ടെങ്കിൽ കടലിന്റെ എല്ലാ സ്വഭാവവും അവിടെ കാണണം, അല്ലേ? അതായത് കടലിൽ ഏറ്റവും ചുരുങ്ങിയത് തിരയടിക്കുന്നതും വെള്ളവും ഒക്കെ അവിടെ കാണാം. അല്ലാതെ ഒരാൾ ഇത് കടലാന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. എന്ന് പറഞ്ഞതുപോലെ
ഒരു വിശ്വാസിയുമായി, ഒരു മുസ്ലിമുമായി അത്രയും അറ്റാച്ചായിട്ട് നിൽക്കേണ്ട ഗ്രന്ഥമാണേത്? വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ റമദാൻ തുടങ്ങിയിട്ട് 5 ദിവസമായി, 5ാമത്തെ നോമ്പാണ്. ഇതില് ഒരു ജുസ് എങ്കിലും ഓതി പൂർത്തീകരിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നും വേണ്ട. 3 ജുസൈന്റെ മുകളിൽ ഓതി തീർത്ത ആളുകളൊന്ന് കൈവെക്കാം. 3 ജുസൈന്റെ മുകളിൽ ഓതി തീർത്ത ആള് എണ്ണം കുറവാണ്. പക്ഷെ ഇങ്ങനല്ല വേണ്ടത്. എന്നുവെച്ചാല് ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞില്ലേ, അള്ളാഹ് റമദാനിൽ നോമ്പ് നിർബന്ധാക്കി എന്തിനാണ്? നോമ്പ് നിർബന്ധാക്കാനല്ല, നമ്മളെ കൊണ്ട് നോമ്പ് എടുക്കുക. ഖുർആനിന്റെ അവതരണം കൊണ്ട് ഈ മാസം അനുഗ്രഹീതമായതാണ്. ഈ മാസത്തിൽ നോമ്പ് വരാൻ കാരണം. അപ്പൊ ശരിക്കും നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ ആത്മാവ് എന്ന് പറയുന്നത് എത്രമാത്രം പ്രധാനമാണോ അതുപോലെ വിശുദ്ധ ഖുർആനുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കണം. ഈ ഇമാം ബുഖാരി റഹ്മഹുല്ലയെ പറ്റിയൊക്കെ പറയുന്നത് ഓരോ ദിവസവും ഖുർആൻ ഓതി തീർക്കുമായിരുന്നു. നമ്മൾ ചിന്തിച്ചിട്ട് പോലും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അവരുടെ സമയത്തെ മാറ്റി വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. മദീന പള്ളിയിൽ അന്ന് ദർസ് എടുത്തിരുന്ന ഇമാം മാലിക് റഹ്മഹുല്ല, 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളിൽ ഒരാളാണ് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് ക്ലാസ്സുകളൊക്കെ മാറ്റിവെച്ച് ഖുർആൻ ക്ലാസ്സിലേക്ക് മാറുമായിരുന്ന, ഖുർആനുമായിട്ട് മാത്രമുള്ള ഒരു അറ്റാച്ച്, അതാണ് ശരിക്കും റമദാനിൽ വേണ്ടത്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടെ നിങ്ങളോട് ചോദിച്ചപ്പോൾ കൂടുതൽ ആളുകൾക്കും ഈ ഓതാൻ പറ്റാതിരിക്കാൻ കാരണം നമുക്ക് സമയം കിട്ടാത്തോണ്ടല്ല. അങ്ങനെ ആരും പറയരുത്, സമയം കിട്ടാത്തോണ്ടല്ല. സാധാരണ പറയാറുണ്ട്, ഏറ്റവും തിരക്കുള്ള മനുഷ്യനെ ഒരു പണി ഏൽപ്പിച്ചാൽ എന്ത് ചെയ്യുള്ളൂ? ആ പണി നടക്കുള്ളൂ. ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരാളെ എന്തെങ്കിലും പണി ഏൽപ്പിച്ചാൽ അവനത് ചെയ്യില്ല. നല്ല തിരക്കും അതുപോലെ തന്നെ നല്ല ഇതൊക്കെ ഉള്ള ആൾക്കാരെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവൻ എന്ത് ചെയ്യും? അതിൻ്റെ ഇടയിൽ സമയം ഉണ്ടാക്കി അത് ചെയ്യും. അത് നമ്മുടെ വീട്ടുകാരും തന്നെ നമ്മളത് ശ്രദ്ധിച്ചാൽ മതി. എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അതിനിടയിൽ നമ്മൾ സമയം കണ്ടെത്തി ഖുർആൻ ഓതാനായിട്ടൊരു സമയം മാറ്റി വെക്കണം. ഒരാൾക്ക് ശരിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല, നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ഓതുന്നത് എങ്കിൽ അയാൾക്ക് എത്ര കൂലിയുണ്ട്? ഇരട്ടി കൂലിയുണ്ട്. കാരണം ആ കഷ്ടപ്പെടുന്നതിനുള്ള കൂലി കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. പക്ഷെ ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുകയും വേണം, അക്ഷരത്തെറ്റുകൾ വരരുത്. ഹുറൂഫുകൾ, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ഹുറൂഫുകൾ, അതിൻ്റെ മഖാരിജുകൾ പ്രധാനമാണ്. പക്ഷെ അത് പേടിച്ചിട്ട് ഖുർആൻ ഓതാതിരിക്കുകയും ചെയ്യരുത്. നമ്മൾ അക്ഷരങ്ങൾ റെഡിയാക്കി എടുക്കണം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, മലയാളത്തിൽ ഓതാൻ ഖുർആൻ കിട്ടുമെന്ന്. ഒരിക്കലും കിട്ടിയാൽ പോലും നമ്മൾ ഓതരുത്. എന്താ കാരണം? ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ ആദ്യം ഇറങ്ങിയ ആയത്തേതാ? ആദ്യം ഇറങ്ങിയ സൂറത്ത് അലക്കിലെ ആദ്യത്തെ 5 ആയത്തല്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ്. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായിക്കുക എന്നുള്ളതാണ്. അവിടെ ആ ഖ എന്ന അറബി അക്ഷരം ഉച്ചരിക്കാൻ അറിയാത്ത ഒരാള് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഹലക് എന്ന് ഓതിയാൽ എന്താ സംഭവിക്കുക? പറയാം, എന്താ അർത്ഥം വരിക? നിങ്ങൾ പറഞ്ഞോ. നമ്മളിപ്പോ അങ്ങോട്ട് മാത്രം സംസാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പറഞ്ഞു ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ. ഖ എന്ന അക്ഷരം ഉച്ചരിക്കാൻ അറിയാത്ത ഒരാൾ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഹലക് എന്ന് ഓതി ഹലക്കൽ ഇൻസാന മിൻ അലക്. ആളുകൾക്ക് അങ്ങനെ ഓർന്ന് കേൾക്കാം. എന്താ അതിന്റെ അർത്ഥം? നശിപ്പിക്കുന്നവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ. അർത്ഥം മാറിയ മാറ്റം കണ്ടോ? നശിപ്പിക്കുന്നവനായ. അള്ളാഹ് നശിപ്പിക്കുന്നവനാണോ? അല്ല, അള്ളാഹ് നൽകുന്നവനാണ്. അല്ലേ? അള്ളാഹ് നൽകുന്നവനാണ്. അപ്പൊ നശിപ്പിക്കുന്നവനായ നിന്റെ നാമത്തിൽ എന്ന അർത്ഥത്തിലേക്ക് പോകും. ഇത് ഞാൻ ഓരോ പദങ്ങൾ ഇങ്ങനെ എടുത്താൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും, അർത്ഥങ്ങൾ തമ്മിലുള്ള ആ വ്യത്യാസം. ഇപ്പൊ അറബിയില് അലം, അലിഫ് കൊണ്ട് അലം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ അറിയോ? അദാബുൻ അലീം. ഓതുമ്പം കാണത്തില്ല ചില ആയത്തുകളൊക്കെ അവസാനിക്കുന്നത് അദാബുൻ അലീം. അലം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേദന എന്നാണ് അർത്ഥം, അല്ലെ? അലം എന്ന് പറഞ്ഞാൽ വേദന. അലം എന്ന് പറഞ്ഞാൽ സാറിന് ഈ പതാക പറയാ, കൊടിക്ക പറയാ.
അപ്പൊ നമ്മള് അലീം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർവജ്ഞാനി അല്ലെ, എല്ലാം അറിയുന്നവൻ എന്നർത്ഥമാണ്. ആ സ്ഥാനത്ത് ഐൻ ഉച്ചരിക്കാൻ തൊണ്ടയുടെ മധ്യത്തിൽ നിന്നാണ് ഏതക്ഷരം വരേണ്ടത്? ഐന് വരേണ്ടത്. ആ ഐൻ ഉച്ചരിക്കാൻ അറിയാത്ത ഒരാള് എന്താ പറയുന്നത്? ഇന്നല്ലാഹ അലീമുൻ എന്നുള്ളത് അലീമുൻ. ഹംസ പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹ്ക്ക് നല്ല വേദനയുള്ള ആളാണ് എന്നർത്ഥം വരിക. ഇതാണ് നമ്മൾ അക്ഷരങ്ങൾ ശരിക്ക് ഉച്ചരിച്ച് പഠിക്കാതെ ഓതിയുള്ള പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമുക്ക് അക്ഷരങ്ങൾ സ്ഫുടമായി ഉച്ചരിക്കാൻ അറിയില്ലെങ്കിൽ അതിനൊക്കെ ഒരു സമയം നമ്മൾ കണ്ടെത്തുക. നമ്മൾ ഈ യൂട്യൂബിലൊക്കെ പോയാൽ ഒക്കെ നല്ല ക്ലാസ്സുകൾ ഇപ്പൊ കിട്ടും, കേട്ട് പഠിക്കാൻ പറ്റുന്ന നല്ല ക്ലാസ്സുകൾ കിട്ടും. അപ്പൊ അതൊക്കെ കേട്ട് നമുക്ക് ഓതാൻ അറിയില്ലെങ്കിൽ ഓതാൻ പഠിക്കണം. ഈ പ്രവാസ ലോകത്ത് വന്നിട്ട് എത്രയോ ആളുകൾ, ഞാൻ ഈ ഗൾഫിലേക്ക്, എന്നോട് ഒരാൾ പറഞ്ഞു, എൻ്റെ കൂടെ റൂമിലുണ്ടായിരുന്ന ആള്, ഞാൻ ഈ ഗൾഫിലേക്ക് വരുമ്പോൾ എനിക്ക് ഖുർആനിൻ്റെ ഒരു അക്ഷരം പോലും, അറബി അക്ഷരം പോലും അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് പഠിച്ച് ക്ലാസ്സുകളിരുന്ന് പഠിച്ച് ഓതാൻ തുടങ്ങി. അദ്ദേഹം നന്നായിട്ട് വിശുദ്ധ ഖുർആൻ ഓതുമായിരുന്നു. അപ്പൊ നമുക്കൊരു നല്ല നീയത്ത് വേണമെങ്കിൽ എന്ത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എനിക്ക് 50 വയസ്സായി, 60 വയസ്സായി, പ്രായം കുറയായി, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഇതൊന്നല്ല. നമ്മൾ ഖുർആനുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ആ ഖുർആനെ എന്ത് ചെയ്യും? എളുപ്പാക്കി തരും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ഒരു നല്ല ബന്ധം നിങ്ങൾ റമദാൻ കഴിയുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത്, സാധാരണ പറയാറുള്ളത്, ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും നമുക്ക് വിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ കഴിയണം. എങ്കിലേ ശരിക്കും നമ്മൾ റമദാനിനോട് നീതി പുലർത്തിയവരാവുകയുള്ളൂ. സാധിക്കുന്ന രൂപത്തിൽ എത്രയോ 9, 10, 12 മണിക്കൂറൊക്കെ നമുക്ക് ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഒരു നോർമലി ഒരു ജുസ് ഓതാൻ എത്ര സമയം എടുക്കുമെന്ന് അറിയാം? ഖുർആൻ ഓതുന്നവർക്കറിയാം. നോർമലി ഒരു ജുസ് ഓതാൻ എത്ര എടുക്കും? ഒരു അരമണിക്കൂർ അല്ലേ? സാധാരണ സ്പീഡിൽ ഓതുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു ജുസ് ഓതി തീർക്കാൻ പറ്റും. ഇനി അത് കൂടിയാൽ ഒരു 3/4 മണിക്കൂർ. അത് നമ്മളൊരു 2 or 3 സമയമായിട്ട് തിരിച്ചു വെച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഖുർആൻ കുറേ നമുക്ക് ഓതാൻ പറ്റും. ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ എടുത്തെടുത്ത് പറയാൻ കാരണം, ഇന്നത്തെ ഈ ഒരു ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ തീരുമാനം ഒന്ന് മാറ്റിയിട്ട് ഖുർആനോത്തൊക്കെ ഒന്ന് ശരിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കും അതിൻ്റെ കൂലി കിട്ടും. നമ്മൾ ഇവിടുന്ന് കേൾക്കുന്ന ഈ നന്മകൾ മറ്റൊരാളോട് ഒരു നന്മയായിട്ട് അത് പറഞ്ഞു കൊടുത്താൽ നമുക്കെന്ത് കിട്ടും? അതിൻ്റെ കൂലി കിട്ടും. ഞാൻ ഈ പറയുന്നതായിട്ട് നിങ്ങളൊന്ന് നിയത്താക്കി ഒരാൾ നന്നായിട്ട് ഓതാൻ തീരുമാനിച്ചാൽ നിങ്ങൾ ഓതുന്നതിൻ്റെ ഒരു പ്രതിഫലം എനിക്കും കിട്ടും. ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നോമ്പെടുത്തവന്റെ അതേ കൂലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണോ നോമ്പെടുക്കുന്നത് അയാളെടുത്ത അതേ പ്രതിഫലം ഒരു തുള്ളി പോലും കുറയാതെ നോമ്പ് തുറപ്പിച്ചവന് കിട്ടുന്ന ആ ഹദീസ് കേട്ടാൽ പിന്നെ നമുക്ക് അതിന് പൈസ എടുത്തു കൊടുക്കാൻ ഒരു മടിയുണ്ടാവില്ല. സാധാരണ നമ്മളൊരു സ്വതക്ക കൊടുക്കുമ്പോൾ കിട്ടുന്നവനാണോ കൊടുക്കുന്നവനാണോ കൂടുതൽ സന്തോഷം കിട്ടുക? ആർക്കാ? നമ്മളൊരു സ്വതക്ക കൊടുക്കുമ്പോൾ വാങ്ങുന്നവനാണോ സന്തോഷം കൂടുതൽ അനുഭവിക്കുക, കൊടുക്കുന്നവനാണോ? അത് പറ. കിട്ടുന്നവന് അല്ലേ? അപ്പം മുൻഗാമികളിൽ ഒരാൾ പറയാണ്, സലഫുകളിൽ ഒരാൾ പറയാണ്, ഞാനൊരു പാവപ്പെട്ടവന് ഒരു സ്വതക്ക കൊടുക്കുമ്പോൾ അയാളുടെ കയ്യിലേക്ക് അത് എത്തുന്നതിൻ്റെ മുമ്പ് എൻ്റെ റബ്ബിങ്കിലേക്ക് അത് എത്തുന്നു എന്നുള്ള ആ ഒരു ഉറപ്പ് ബോധ്യം എനിക്കുണ്ടെങ്കിൽ ആ വാങ്ങുന്നവനേക്കാളും സന്തോഷം ആർക്കുണ്ടാവും? കൊടുക്കുന്നവനുണ്ടാവും. അപ്പൊ ആ നീയത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം. അയാളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അതിന് മുമ്പ് എനിക്ക് കിട്ടേണ്ടത് അവിടെ കിട്ടിയിട്ടുണ്ട്, ആ ചിന്തയോടുകൂടി നമുക്ക് കൊടുക്കാൻ കഴിയണം. അങ്ങനെ ഓരോ അമലുകളിലേക്കും നമുക്ക് പ്രവേശിക്കാൻ പറ്റണം. ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ പരിഗണിക്കുന്ന ആളുകളെ പറ്റി ഒരു വചനം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, തീർച്ചയായും വിശ്വാസികൾ അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളുന്നതാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവരുടെ മനസ്സുകളിൽ ഈമാൻ നിറയുന്നതാണ്. ഖുർആൻ ഓതുമ്പോൾ നമ്മളെ മനസ്സിൽ എന്ത് ചെയ്യണം? ഈമാൻ കൂടി വരണം എന്ന. ശരിക്കുള്ള വിശ്വാസിയാണെങ്കിൽ ഖുർആനികമായ ആയത്തുകൾ കേൾക്കുമ്പോൾ എന്തുവരും? ഈമാൻ കൂടുന്ന. പിന്നെ ആ ഓതുന്ന ആയത്തുകളുടെ
അർത്ഥവും കൂടി നമുക്കൊന്ന് അറിയണം, കുറച്ചൊക്കെ അർത്ഥം പഠിക്കണം. ഈ പള്ളിയിൽ നോക്കി ഇവിടെ പരിഭാഷ ഉണ്ടാവും, നമ്മുടെ ഫോണിൽ ആപ്പിൽ പരിഭാഷ ഉണ്ടാവും, എവിടെ നമുക്ക് കയ്യിലെടുത്താൽ നമുക്ക് കിട്ടും. ഒരു ദിവസം ഒന്നും വേണ്ട, ഒരായത്തിന്റെ അർത്ഥം പഠിക്കാൻ തീരുമാനിച്ചേ, ഫാത്തിഹ തൊട്ട് ഒന്ന് തീരുമാനിച്ചു നോക്കിയേ. അള്ള തൗഫീക്ക് ചെയ്ത് ഒരു 4-5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ അത് നീയത്താക്കി സുബഹി നിസ്കാരം കഴിഞ്ഞ് അല്ലെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് ഒരായത്തിന്റെ അർത്ഥം പഠിക്കാൻ നമ്മളൊന്ന് തീരുമാനിച്ചിട്ട് നമ്മളൊന്ന് തുടങ്ങി നോക്കിയാൽ 4-5 വർഷം കഴിയുമ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ കഴിഞ്ഞിട്ടുണ്ടാവും. എന്തിനും പ്ലാൻ വേണം. ഒരു വീട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്ലാൻ ഉണ്ടാക്കൂലേ, അത് പ്ലാൻ ഇല്ലാതെ വീടാവില്ല എന്ന് പറഞ്ഞതുപോലെ എന്തിനും നമുക്ക് പ്ലാൻ വേണം. ആ പ്ലാനിലൂടെ നമ്മൾ പോയാൽ തീർച്ചയായും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുണ്ട്, ഒരാള് റമദാനിൽ തറാവീഹ് നിസ്കരിക്കാൻ പോയിട്ട് അബസ സൂറത്ത് ഇങ്ങനെ കേട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് ആ സൂറത്ത് കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പിന്നെ അദ്ദേഹം പറയാണ്, ഞാൻ ആ സൂറത്തിന്റെ അർത്ഥമൊക്കെ അങ്ങനെ പഠിച്ചിട്ട് പിന്നൊരിക്കൽ പള്ളി പോയിട്ട് ഇമാമിന്റെ പുറകിൽ നിൽക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്ന്. കാരണം ആ സൂറത്തിന്റെ അവസാന ഭാഗത്തൊരു ഭാഗം വരുന്നുണ്ട്, അതായത് നമ്മുടെ ഉമ്മയെയും നമ്മുടെ ഉപ്പയെയും നമ്മുടെ ഭാര്യയും മക്കളൊക്കെ പരലോകത്ത് നമ്മൾ ആ മണ്ണിന്റെ അടിയിൽ നമ്മളിങ്ങനെ പൊങ്ങി വന്നിട്ട് ഓടുമല്ലോ, മഷറിലേക്ക് ഓടുമ്പോൾ സ്വന്തം ഉപ്പാനെ ഉമ്മാനെ മക്കളെയും ഭാര്യയൊക്കെ ഇങ്ങനെ കൺമുമ്പിൽ കാണും. പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഉമ്മാന്നൊന്ന് വിളിക്കുക പോലുമില്ല. അത്രയും ഭയാനകമായ ഒരു ദിവസമായിരിക്കുന്ന يوم يفر المرء من أخيه وأمه وأبيه وصاحبته وبنيه. ആ ഘോര അട്ടഹാസം വന്നെത്തുമ്പോ ഓരോ മനുഷ്യനും സ്വന്തം ഉമ്മയെ വിട്ട്, സ്വന്തം ഭാര്യയെ വിട്ട്, സ്വന്തം മക്കളെ വിട്ട്, സ്വന്തം ഇണയെ വിട്ട് ഓടുന്ന, ഒന്ന് ഉമ്മ എന്നൊന്ന് വിളിക്കൂല, മോനെ എന്നൊന്ന് വിളിക്കൂല, ആ ഉപ്പാനെ നോക്കിയിട്ട് മക്കൾ ഉപ്പാന്നൊന്നും വിളിക്കില്ല. അത്രയും ഭയാനകമായ ഒരു ദിവസം. ആ ഒരു ദിവസത്തിന് വേണ്ടി ഒരുങ്ങുക എന്നതാണ് നാം എടുക്കുന്ന നോമ്പിന്റെ ലക്ഷ്യം, നാം ഓതുന്ന ഖുർആൻ ആയത്തുകളുടെ ലക്ഷ്യം, നാം നിർവഹിക്കുന്ന തറാവീഹുകളുടെ ലക്ഷ്യം, നാം ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളുടെ ലക്ഷ്യം അവിടെ രക്ഷപ്പെടുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതുപോലെ നമുക്ക് കിട്ടുന്ന ഈ റമദാനിൽ കിട്ടുന്ന ഇത്തരം വിജ്ഞാന സദസ്സുകൾ ഉപയോഗപ്പെടുത്താം. മറ്റു സമയത്തൊന്നും ഇങ്ങനെ കിട്ടൂല, ഈ സമയത്തെ നമുക്കൊന്ന് വന്നിരിക്കാൻ സാധിക്കുള്ളൂ. ഇന്നലെ ഇങ്ങനെ ആയിരുന്നില്ല സദസ്സ്, ഇന്നിപ്പോൾ കുറേ പേര് ഇവിടെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഓരോ ദിവസവും ഇതുപോലെ ഒരു കുറഞ്ഞ നേരം, ഒരു 10-20 മിനിറ്റ് നേരം ഇരുന്ന് നമുക്ക് എന്തെങ്കിലും ഒന്ന് കേട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് അമലിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഈ റമദാൻ ഒരുപാട് ധന്യമായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മൾ എന്തെങ്കിലും വീഴ്ചകളൊക്കെ വരുന്നുണ്ട് എങ്കിൽ ആത്മാർത്ഥമായി നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ മഹ്ശറിലെത്തുന്ന സമയത്ത് റയ്യാനിലൂടെ കടന്നു വരാൻ വരൂ നോമ്പുകാരെ എന്ന് വിളിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുവാനുള്ള മഹാഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നമ്മളെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ റബ്ബിനോട് പറയുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങളിലെല്ലാം വിടുതൽ നൽകുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല ആഗ്രഹങ്ങൾ ഉണ്ട്, റബ്ബിനോട് നമ്മളത് പറയുന്നുണ്ട്. അള്ളാഹു അതെല്ലാം പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. പ്രവാസ ജീവിതത്തിനിടയിൽ അലട്ടുന്ന ഒരുപാട് ശാരീരികമായ പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ട്. അതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൽമിന്റെ മഹനീയമായ ഈ സദസ്സിൽ മലക്കുകൾ ചുറ്റും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മഹനീയമായ സദസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തുൽ ഫിർദൗസിലും റബ്ബ് സുബ്ഹാനഹു നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.